ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്ത്. ഇതാണ് ഈ ലോകത്തെ അവസ്ഥ. അതായത് ആളുകൾ ദീനിലേക്ക് വരാതിരിക്കുന്നത്, അള്ളാഹുലേക്ക് വരാതിരിക്കുന്നത്, ഒരു ദഅവത്ത്, അള്ളാഹുലേക്കുള്ള ഒരു ക്ഷണം സ്വീകരിക്കാതിരിക്കുന്നതിന്റെ കാരണം മനുഷ്യൻ ഈ ലോകത്തെ ആർഭാടങ്ങളിലേക്ക് മുഴുകിപ്പോകുന്നതാണ്. ഈ ആശയമാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിൽ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താ പറയുന്നു നോക്കൂ, വളരെ അത്ഭുതകരമായ ആയത്താണ്. ഈ ആയത്ത് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടോ ഇവിടെ? ഇന്നമൽ ഹയാത്തു ദുനിയ, തീർച്ചയായും ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് ലഅബുൻ, കളിയാണ്, വലഹ്വുൻ, എന്റർടൈൻമെന്റുകളാണ്, വസീനത്തുൻ, ആർഭാടമാണ്, വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മേന്മ പറയലുമാണ്, ഷോ ഓഫ്. ഇതാണ് ഈ ലോകം. വതകാസുറും ഫിൽ അംവാൽ, സമ്പത്ത് ഒരുപാട് വേണം എന്ന മത്സരമാണ്. അതാണ് നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത്. എനിക്ക് ജീവിക്കാനായിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, മതി, നീ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അങ്ങനെയല്ല മനുഷ്യൻ ചിന്തിക്കുന്നത്. ഇനിയും വേണം, ഒരുപാട് വേണം, കുഴപ്പമില്ല. അതുകൊണ്ടൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാനും സകാത്ത് കൊടുക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനൊക്കെ നിയ്യത്തുണ്ടോ, അൽഹംദുലില്ലാഹ്, ബറക്കത്താണ്. പക്ഷേ മനുഷ്യൻ ചെയ്യുന്ന അങ്ങനെയല്ല, മേന്മ പറയും. ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളെ വെച്ച് മേന്മ പറയും. എന്റെ കുട്ടിയെ കെട്ടിച്ചതേ 200-300 കൊടുത്തിട്ടാണ്, അതൊക്കെ ഒന്ന് പറയണില്ലേ, അഭിമാനം പറയാറില്ലേ? അതന്നെ സംഭവം. ഈ ലോകം ഇതൊക്കെയാണ്. ഈ മേന്മ പറച്ചിലാണ് നടക്കുന്നത്. കുട്ടിയുടെ മുടികളെച്ചലോ അല്ലെങ്കിൽ അഖീഖത്ത് അറക്കലൊക്കെ വലിയ കൂലുള്ള വിഷയമാണ്. നമ്മളിപ്പോ എന്താ അഖീഖത്ത്, കുട്ടിയുടെ അഖീഖത്ത് അർത്ഥം 2.5 കിൻഡൽ ഉണ്ടായിരുന്നു, എന്താ പറയാ, സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു അയൽവക്കത്തോ ബന്ധുവിലോ ആരോ അർത്ഥം 1 കിൻഡൽ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അതന്നെ ഈ 2.5 കിൻഡൽ ഉണ്ടായിരുന്നു നീ പറഞ്ഞിരുന്നത്. സുബ്ഹാനല്ലാഹ്. തകാസുറുൻ, ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട് എന്ന് മനുഷ്യൻ പറയും. യഖൂലു അഹ്ലക്തു മാലി, ഞാൻ എന്റെ അഹ്ലക്തു മാലി ലുബദ മാലൽ ലുബദ, ഞാൻ എന്റെ സമ്പത്ത് ഒരുപാട് അടിച്ചു തീർത്തിട്ടുണ്ട്. അതാ പറയാം, ഞാൻ എന്റെ സമ്പത്ത് മാലൽ ലുബദ, നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്, വാരി എറിഞ്ഞിട്ടുണ്ട് എന്ന് മനുഷ്യൻ അഭിമാനം പറയുന്നു. വിശുദ്ധ ഖുർആൻ പറയാൻ സൂറത്തുൽ ഹദീദിലെ ഈ ആയത്ത് വല്ലാത്തൊരു അത്ഭുതമുള്ള ആയത്താണ്. യഅലമു, നിങ്ങൾ അറിയണമേ, ഈ ലോകം എന്ന് പറയുന്നത് കളിയും എന്റർടൈൻമെന്റും ആർഭാടവും ഷോ ഓഫുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ജനനം മുതൽ തുടങ്ങുന്ന ഒരു വിഷയമാണ് ഖുർആൻ പറഞ്ഞത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ചെറുപ്പത്തിൽ ആവശ്യമുള്ളത് എന്താണെന്നറിയോ? ടോയ്സാണ്. ഒരു കുട്ടിക്ക് ആവശ്യം അതാണ്. ഏറ്റവും കൂടുതൽ കുട്ടി ഇഷ്ടപ്പെടുക എന്താണ്? ടോയ്സാണ് ഇഷ്ടപ്പെടുക. ലൈബ്, കളിക്കാനുള്ള സാധനങ്ങളാണ്. ഒരു പാർക്കിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾ അവിടെ നിന്ന് കരയോടെ എഴുന്നേറ്റ് പോരാൻ, അവർക്ക് കളിക്കണം, ലൈബ്, കളിക്കണം. ഒരു ടോയ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ഒരു ദിവസം കളിച്ചു, 2ാമത്തെ ദിവസം അടിച്ചു പൊളിച്ചു. അമ്മ ചോദിക്കുകയാണ്, മോനെ നിന്റെ കാറ്. എനിക്ക് വേണ്ടമ്മ. വേറൊരു ഷോപ്പിൽ പോയി, എനിക്കിത് വേണമെന്ന് പറഞ്ഞ് കരയും മക്കള്. ഇത് വേണം, ഇത് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞ് പിടിവാശി പിടിക്കും. വാപ്പ മാനക്കേടുകൊണ്ട് എന്ത് ചെയ്യും? വാങ്ങിച്ചു കൊടുക്കും. വാപ്പാക്ക് അറിയാം ഇത് വീട്ടിൽ വേറെ ഉണ്ട്, പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ കുട്ടി ഇങ്ങനെ കരയുമ്പോഴേ ഇതൊരു പിഷ്ക വാപ്പയാണല്ലോ എന്ന് പറയുമെന്ന് വിചാരിച്ച് അടുത്തത് വാങ്ങിച്ചു കൊടുക്കും. ഇത് കൊണ്ടുപോയി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒന്ന് തുറന്നു, ഒന്ന് കളിച്ചു, 2 ദിവസം 3 ദിവസം, പിന്നെ അത് മൂലക്കലാണ്, അല്ലേ? വിശുദ്ധ ഖുർആൻ പറയാൻ ഈ ലോകത്തിന്റെ ഉദാഹരണം ഇന്നതാണ്. അതായത് നിങ്ങൾക്ക് തോന്നുന്നു ഇന്നത് കിട്ടിയാൽ എനിക്ക് സാറ്റിസ്ഫാക്ഷനായി, ഞാൻ സാറ്റിസ്ഫൈഡ് ആവും, എനിക്കിത് കിട്ടിയാൽ മതി, പിന്നെ ഒന്നും എനിക്ക് വേണ്ട എന്ന് തോന്നും. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് മടുപ്പ് വരും. ഈ ലോകം ഇങ്ങനെയാണ്, പരലോകം മടുപ്പ് വരില്ല. അടുത്ത വിഷയം വലഹുൻ, ഇത് എന്റർടൈൻമെന്റുകളുടെ ലോകമാണ്. കുട്ടി ഒന്നങ്ങ് വലുതായാൽ ഒരു 3 വയസ്സ് 4 വയസ്സായി കഴിഞ്ഞ് നിങ്ങൾ അവർക്കൊരു എന്റർടൈൻമെന്റ് വാങ്ങിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക.
അതൊരു കുറച്ച് ദിവസമൊക്കെ കളി, 2 ആഴ്ച 3 ആഴ്ച ഒക്കെ ഒരു കുറച്ച് ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളിച്ചു വരും. പിന്നെ അത് മൂലക്കലാണ്. പിന്നെ അത് വേണ്ട, അവന് വേറെ എന്തെങ്കിലും വേണം. ഈ ലോകം ഇങ്ങനെയാണ്. പിന്നെ ആർഭാടത്തെ സംബന്ധിച്ചുള്ള ചിന്ത വരും, ഭംഗിയാവണമെന്ന ചിന്ത വരും. ഒരു സ്കൂളിൽ 8ാം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇതിങ്ങനെ ആയി. അപ്പോഴാണ് സ്കൂൾ ബസ് താഴെ നിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. കുട്ടി മിററിന്റെ മുമ്പ് ഇറങ്ങിയിട്ടില്ല, പെൺകുട്ടികളോട് സ്കാർഫ് കുപ്പായൊക്കെ റെഡിയാക്കി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് റെഡി സ്കൂൾ ബസ് താഴെ വന്ന് വെയിറ്റ് ചെയ്യുക. ഒരു കുട്ടിക്ക് 1 മിനിറ്റ് 1/2 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. എന്തേ സംഭവം? എന്റെ ഭംഗി പൂർത്തിയായില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ആൺകുട്ടിയും പെൺകുട്ടിയും സ്കൂളിൽ പോകുമെന്ന് ചെത്തിപ്പൊളിക്കാൻ തുടങ്ങും. അത് 8ാം ക്ലാസ് എത്തുമ്പോഴേക്കായി തുടങ്ങും. ആലോചിച്ചാൽ മനസ്സിലാവും. ഖുർആൻ പറയാണ്, ഇനി മുതൽ നിങ്ങൾക്ക് സൗന്ദര്യബോധം വന്നു തുടങ്ങും. അപ്പോൾ എന്റെ കുപ്പായം, എന്റെ ഷർട്ടിന്റെ ബ്രാൻഡ്, എന്റെ ഷൂവിന്റെ ബ്രാൻഡ് ഇത് നൈക്ക് തന്നെയാണോ, അതല്ല ഇത് ഹഷ് പഫീസ് ആണോ, അല്ലതുപോലെ ചൈനയാണോ, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചിന്തിക്കാൻ തുടങ്ങും. എന്താണ്? ബ്രാൻഡുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അവരുടെ ട്രൗസർ ആയാലും അവർ സ്പോർട്സ് യൂട്ടിലിറ്റി സാധനങ്ങൾ എന്തായാലും ബ്രാൻഡുകൾ വേണമെന്ന ചിന്ത വരും. എന്തേ? ഒരു ആർഭാടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് കുട്ടികൾ എന്ത് ചെയ്യും? വാപ്പയോടൊക്കെ പറഞ്ഞു തുടങ്ങും, വാപ്പ നിങ്ങൾ ഈ പൊളിഞ്ഞ കാറൊക്കെ മാറ്റാൻ നേരായിട്ടില്ലേ, നമുക്ക് പുതിയ കാറ് വാങ്ങിച്ചൂടെ എന്ന് മക്കൾ വാപ്പയോട് പറയാം. മോളെ ഇതിന് എത്രയാതിന് വില എന്നറിയോ എന്നൊക്കെ വാപ്പ പറഞ്ഞു കൊടുത്താലും വാപ്പ ഒന്നും പറയില്ല. എന്റെ കുട്ടികളുടെ അടുത്തുള്ള ഓരോ കയ്യിലൊക്കെ ഉള്ള വാഹനം കാണണം നിങ്ങൾ. അപ്പൊ വാപ്പ കുഞ്ഞിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ മോള് പറയാൻ തുടങ്ങും, എന്ത് പൊന്നാര വാപ്പ എന്നെ സ്കൂൾ ബസ്സിൽ വിട്ടാൽ മതി, നിങ്ങൾ ഈ പൊളിഞ്ഞ കാറൊന്നും എന്റെ കുട്ടികൾ കാണണ്ട, എന്റെ സുഹൃത്തുക്കൾ കണ്ട, എനിക്ക് മാനക്കേടാണ്, നിങ്ങളിത് കൊണ്ടുവരണ്ട. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ മക്കൾ പറയാൻ തുടങ്ങും. വസീന, അത് ആർഭാടത്തിന്റെ സമയമാണ്. പിന്നെ വതഫാഖുറുൻ, അഭിമാനം പറയുന്ന സമയം വരും. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് അതാണ്. അപ്പോഴാണ് നമ്മുടെ കോളേജിലേക്ക് എത്തിക്കഴിയുന്ന സമയത്ത് ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്നത് മക്കൾ അഭിമാനം പറയാൻ തുടങ്ങും. ഞാൻ പഠിക്കുന്നതേ ഷാർജ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലാണ്. നീയോ? ഞാൻ അണ്ണാമലയുടെ ബ്രാഞ്ചിലാണ്. എന്തൊരു അണ്ണാമല എന്ന് കൂട്ടുകാർ ചോദിക്കാൻ തുടങ്ങും. അപ്പം പറയില്ല ശരിക്കും ഞാനൊരു യൂണിവേഴ്സിറ്റിയിലാണ്. ഏതാണ് തിരിച്ചു പറച്ച് പല ചോദ്യം ചോദിച്ചാലേ പറഞ്ഞു കൊടുക്കുള്ളൂ. എന്തേ? മനുഷ്യൻ അഭിമാനം പറയുന്ന സ്റ്റേജിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഒരു കോളേജിൽ പോയി പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുക, വല്ല മാറ്റമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ മനുഷ്യൻ അങ്ങനെ തോന്നിത്തുടങ്ങും. ഈ ലോകം അങ്ങനെയാണ്. ഒരു പുതിയൊരു ഫോൺ ഇറങ്ങിക്കഴിഞ്ഞു, നിങ്ങൾക്കത് വാങ്ങണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായി, നിങ്ങളത് വാങ്ങിച്ചു. വാങ്ങിക്കുന്നവരെ വലിയ ആവേശമാണ്. ഒരാളുടെ കയ്യിൽ കാണും അങ്ങനെ അവന്റെ കണ്ണറ് കൊള്ളുമെന്ന് പേടിയായി പോകും. ആ നിലക്കുള്ള നോട്ടൊക്കെ ആയിരിക്കും. കിട്ടിക്കഴിഞ്ഞാലോ തീർന്നു. അടുത്ത മോഡൽ ഇറങ്ങിക്കഴിയുമ്പോഴേക്കും ഇവന്റെ കയ്യിലുള്ളത് മഞ്ഞയായി പോവാൻ. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കണേ, കർഷകരെ പോലെയാണ്. അവർക്ക് ചെടികൾ മുളച്ചു വന്നു കഴിയുമ്പോൾ എന്തോ ഒരു രസം തോന്നും. നമ്മളെ ഫാമൊക്കെ വളരെ റെഡിയായി നിൽക്കുകയാണ്, അതിന്റെ ഹാർവസ്റ്റ് ആയി കഴിഞ്ഞു, നമുക്ക് മുറിച്ചെടുത്ത് കൊണ്ടുപോകാം, നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോകാം, നല്ല വില കിട്ടും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അല്ലാഹു തആല അതിനെ നശിപ്പിച്ചു കളയുകയും ആ പച്ചയായി നിന്നത് മഞ്ഞയായി മാറുകയും ചെയ്യുന്നത് കാണാം. ഇങ്ങനെയാണ് ലോകം. മഞ്ഞയായിട്ട് മാറും. കാണാൻ രസമല്ല. പിന്നെ ഒരു വാഹനം മേടിച്ചു, അടുത്ത മോഡൽ ഇറങ്ങുമ്പോഴേക്കും ഇവന് മടി വന്നു. ഇനിയിപ്പം എന്റെ വാഹനം ഓടിച്ചിട്ട് കാര്യമില്ലല്ലോ, മോഡൽ മാറിയില്ലേ, ഈ പഴയ മോഡല്. അങ്ങനെയാ. ഒരു വീട് വെച്ചു. ഗൾഫുകാരുടെയൊക്കെ വലിയ ആഗ്രഹം, അങ്ങനെ ഒരു വീട് വെക്കണം. ചിലരൊക്കെ പറയും ഞാനൊരു 5 സെന്റിലെ വീട് ഇവിടെ അൽഹംദുലില്ലാഹ് അല്ലാഹ് പൂർത്തിയാക്കി തരട്ടെ. 5 സെന്റ് പൂർത്തിയായി കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ വന്നു തുടങ്ങും, പടച്ചോനെ ഒരു 10 സെന്റ് ആക്കായിരുന്നു, സൗകര്യമില്ലല്ലോ. ചിലപ്പോൾ വളരെ ചെറിയ പ്ലാനാണ്, വളരെ വീതി കുറഞ്ഞ വളരെ ചെറിയ റൂമുകൾ, അങ്ങനെയൊക്കെയാണ് എന്റെ പ്ലാൻ. ഇൻഷാ അല്ലാഹ് ഒരു 10-15 ലക്ഷം കൊണ്ട് തീർക്കണം എന്നാണ്. ആ 15 ലക്ഷം കൊണ്ട് തീർത്തു കഴിഞ്ഞാൽ അവന്റെ മനസ്സിന് മടുപ്പ് വന്നു തുടങ്ങി, എന്തൊരു സൗകര്യമില്ലല്ലോ എന്ന് തോന്നി തുടങ്ങി. നമ്മുടെ ഹൗസ് വാമിങ് ചെയ്യുന്നു, ഒരുപാട് ആളുകളെ വിളിച്ച് കാണിച്ചു കൊടുക്കൂലേ. നമ്മൾ റൂം വാടക എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ റെന്റിന് താമസിക്കുകയാണെങ്കിലോ വാങ്ങിക്കുകയാണെങ്കിലോ നമ്മൾ സ്വയം നാട്ടിൽ വെച്ച വീടാണെങ്കിലോ ആളുകളെ വെച്ച് കാണിച്ചു കൊടുക്കാനുള്ളൊരു ത്വര വരും. അതാണ് സീനത്തുൻ വ തഫാഖുറുൻ എന്ന് ഖുർആൻ പറയുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വരാറുണ്ട്, അത് ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അല്ലാഹു അത് നൽകിക്കഴിഞ്ഞ് മറ്റൊരാൾക്ക് നിങ്ങളെക്കാളും ഖൈറായത് അല്ലാഹു കൊടുത്തു എന്നറിയുന്ന നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പിന്നെ മഞ്ഞയാണ്. അതുവരെ എന്തോ ഒരു ആവേശത്തിൽ ആളുകളെ ക്ഷണിച്ചത്, ടോയ്ലറ്റൊക്കെ കാണിച്ചു കൊടുക്കൂലേ നമ്മളെ വീട്ടിലെ, ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് മറ്റവന്റെ ടോയ്ലറ്റ് ഇവന്റെ ബെഡ്റൂമിന്റെ അത്ര ഉണ്ട്, അവന് സങ്കടമായി തുടങ്ങി, പടച്ചോനെ. അതുവരെ ഇവന് എന്തോ വലിയ സംഭവമായിരുന്നു അവന്റെ വീട്, ഇനി മുതൽ ഈ വീട് മഞ്ഞയാണ്.
മോഡലൊക്കെ പോയില്ലേ ഇത് പിന്നെ പറയാൻ തുടങ്ങി. ഇത് 2015 ഉണ്ടാക്കിയ അല്ല 2010 ഉണ്ടാക്കിയതാ, അന്നത്തെ മോഡൽ അതൊക്കെയല്ലേ ഉള്ളൂ എന്ന് വരുന്നവരോട് ചോദിക്കും മുമ്പേ ഇവൻ പറയാൻ തുടങ്ങും. ഇതൊക്കെ എന്താണെന്നറിയോ? മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഷോ ഓഫ് മനുഷ്യന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ചാടിച്ചു പോകുന്നവർ, ഓടിച്ചു കൊണ്ടുപോകുന്നവരൊക്കെ. പെൺകുട്ടികൾ പറയില്ലേ, വാപ്പാ എനിക്ക് എന്റെ ജീവിതത്തിൽ കല്യാണം എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ ഞാൻ ഇവനെ കല്യാണം കഴിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇവൻ പറയും, പൊന്നാര ഉമ്മ നിങ്ങൾ ആരെ കൊണ്ടുവന്നിട്ടും കാര്യല്ലേ, ഞാനും അവളും തമ്മിൽ സ്നേഹത്തിലാണ്, അതുകൊണ്ട് എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടോ ഞാൻ ഇവളെ കിട്ടുള്ളൂ, എനിക്ക് അവളല്ലാത്തൊരു ഭാര്യ വേണ്ട. അവള് പറയും അവളല്ലാത്തൊരു ഭർത്താവും വേണ്ട. എന്നാ പൊന്നാര മക്കളെ, നിങ്ങളുടെ വയസ്സിന്റെ വ്യത്യാസം എങ്ങനെയാണ് കിടക്കുന്നത്? നിങ്ങൾ തമ്മിലുള്ള കുടുംബപരമായ വ്യത്യാസങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെയാണ്. പാപ്പ അതൊന്നും എന്നോട് പറയണ്ട, സ്നേഹമാവരുത്. എന്നായിക്കോട്ടെ മോനെ മൂളങ്ങ് സഹിച്ചേക്ക്. കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. 2 കൊല്ലം കഴിഞ്ഞാൽ രണ്ടാൾക്കും അടുപ്പൊന്നു തുടങ്ങും. കാരണം കയ്യിൽ കിട്ടുന്നത് വരെ ആവേശം ഉണ്ടാവും, കിട്ടിക്കഴിഞ്ഞാൽ ഈ ആവേശമൊക്കെ പോകും. അതുകൊണ്ട് കട്ട് തിന്നാൻ വല്ലാത്ത രസം ഉണ്ടാവുന്ന ആൾക്കാർ പറയാൻ കാരണം മനുഷ്യന്മാർക്ക് സ്വന്തം ഹലാലിലുള്ളത് മനുഷ്യന്മാർക്ക് അതിന്റെ വില മനസ്സിലാവാറില്ല. അപ്പൊ അച്ചീവ് ചെയ്യണം, എനിക്ക് എത്തിപ്പിടിക്കണമെന്ന ആഗ്രഹം വരും. എനിക്ക് ഇതല്ലാതെ മറ്റൊന്നും വേണ്ട എന്ന് പറയും. കല്യാണം കഴിഞ്ഞ് എന്തെല്ലാം സന്തോഷത്തിലും റാഹത്തിലോ ജീവിക്കുന്നത്, കുറച്ചു കൊല്ലം ഒരു കുഞ്ഞായി 2 കുഞ്ഞായി, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു 2-3 കൊല്ലങ്ങൾ കഴിയുമ്പോഴേക്കും രണ്ടുപേർക്കും മടുപ്പായി തുടങ്ങി. ആരായി മടുക്കുന്നത്? എനിക്ക് മടുക്കൂല എന്ന് പറഞ്ഞ 2 ആളുകൾ. ഇതാണ് ഈ ലോകം. നിങ്ങൾക്കത് പച്ചയായി തോന്നുന്നു, ഇത് പിന്നെ മഞ്ഞയായി മാറാൻ പോവുകയാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഏത് സംഗതി ഇങ്ങനെയാണ്. ഒരു ജോലി കിട്ടണം, ഇന്ന സ്ഥാപനത്തിൽ ജോലി വേണം, അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ, ഇത്ര ശമ്പളമൊക്കെ കിട്ടണം എന്നൊക്കെ വലിയ ആഗ്രഹം, അത് കിട്ടിക്കഴിഞ്ഞു ഇത് ഇത്രയല്ലേ, ദുനിയാവ് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഖുർആൻ പറയാണ്, ഇത് നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം തരുമെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ നിങ്ങൾക്കത് സന്തോഷം തരില്ല. അങ്ങനെയാണ്. നിങ്ങൾക്ക് തോന്നും എനിക്കിത് കിട്ടിയാൽ എന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യമായി എന്ന്. ആവില്ല. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് വിസിറ്റ് കൊണ്ടുവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയാം. വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കുക. അവൻ ആദ്യം വിസ കിട്ടലായിരിക്കും ആവശ്യം. വിസ കിട്ടി കഴിഞ്ഞാൽ അവന്റെ കോലൊക്കെ മാറും. ഇത് അത്ര ഉള്ളപ്പന്റെ ശമ്പളം, പടച്ച റബ്ബിന്റെ കൂടെ പഠിച്ചവൻ അത്ര കിട്ടുന്നില്ലേ, എന്നൊക്കെ തോന്നി തുടങ്ങും. മനുഷ്യന് ആർത്തി തീരില്ല. വമൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കണം, വഫിൽ ആഖിറതി അദാബുൻ ശദീദും വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ശിക്ഷയുമുണ്ട്, അല്ലാഹുവിന്റെ പ്രതിഫലവുമുണ്ട്. എന്ത് വേണമെന്ന് തീരുമാനിച്ചോളൂ. ഈ ലോകം ഇങ്ങനെയാണ്. ഇവിടെ കളികളോ തമാശകളോ എന്റർടൈൻമെന്റുകളോ, പാട്ട്, മ്യൂസിക്, ഗാനമേളകൾ, മറ്റു കാര്യങ്ങൾ, എന്റർടൈൻമെന്റുകൾ, ഇതൊന്നും ലോകത്ത് നിർത്താൻ പോകുന്നില്ലെന്ന. ഇതങ്ങനെ പോകും. ദുന്യാവുമായി ബന്ധമുള്ള ആളുകൾക്ക്, അവർക്ക് അല്ലാഹുമായി എടുക്കാൻ സൗഭാഗ്യമില്ലാത്ത ആളുകൾ ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ഖിയാമത്ത് നാൾ വരെ നടക്കും ചെയ്യും. അത് ഈ ലോകത്തിന്റെ ഒരു ചിത്രം ഇങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ കുറച്ചാളുകൾ കളിയുടെ പിന്നാലെയാണ്, കുറച്ചാളുകൾ എന്റർടൈൻമെന്റുകളുടെ പിന്നാലെയാണ്, കുറച്ചാളുകൾ ഷോ ഓഫ് ആണ്, ആർഭാടം പറയലാണ്. എന്റെ മക്കൾക്ക് ഞാൻ ഇത്ര കൊടുത്തു, എന്റെ മക്കളെ കല്യാണം കഴിച്ചത് ഡോക്ടർ, അവളുടെ അനിയത്തിയെ കിട്ടിയത് എഞ്ചിനീയർ, എന്റെ മോൾ ഇപ്പൊ പഠിക്കുന്നത് BDS ഇന്നാലിന്റെ സ്ഥാപനത്തിൽ, എന്റെ ഒരു മോൻ പഠിക്കുന്നത് UK, മറ്റേ മോൻ ഫ്രാൻസിലേക്ക് പോയി, അടുത്ത ചെറിയോൻ ഇതാ +2 കഴിഞ്ഞവനെ ഞാൻ ജർമ്മനിയിലേക്ക് പറഞ്ഞേക്കാൻ പോവാ. എന്താ അതൊക്കെ ചോദിക്കുന്ന മുമ്പ് അതൊക്കെ പറയണത്? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? തഫാഖുർ. മനുഷ്യൻ അഭിമാനം പറയാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്നാൽ ഇതിന് വല്ലതുണ്ടോ? ഈ മക്കൾ തന്റെ വാപ്പ ചെയ്യുന്ന ഈ ഉപകാരം മക്കൾക്ക് ഓർമ്മ വരാറുണ്ടോ? അവരവരുടെ വഴിക്ക് പോകും. അങ്ങനെ ഉണ്ടാവുക. ദുന്യാവ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ വലിയ സംഭവമാണെന്ന്, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നുമല്ലെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇങ്ങനെയാണ് ഈ ലോകത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓടി വരൂ, മത്സരിച്ചു വരേണമേ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. അല്ലാഹുവിന്റെ പാപമോചനവും സ്വർഗ്ഗവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ആ സ്വർഗ്ഗത്തിലേക്ക് ഓടി വരൂ. ആ സ്വർഗ്ഗത്തിന്റെ വീതി എന്ന് പറയുന്നത് ആകാശഭൂമികളോളം വിശാലമാണ് അള്ളാഹുവിന്റെ സ്വർഗം. വിശാലതയെ ഖുർആൻ പറഞ്ഞു. മുഫസ്സിറുകൾ പറയും, നീളം എത്രയാണെന്നുള്ള പറഞ്ഞിട്ടില്ല, വീതി എത്രയാ പിന്നെ നീളം പറയേണ്ട ആവശ്യമുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഈ പ്രപഞ്ചത്തിന്റെ വിഡ്ത് ഇങ്ങനെയാണ്. പിന്നെ ലെങ്ത് നിങ്ങൾക്ക് അസ്യൂം ചെയ്താൽ മതി, നിങ്ങൾ ഗസ് ചെയ്താൽ മതി. ഈ പ്രപഞ്ചത്തിന്റെ അനന്തകോടി ഗാലക്സികളുള്ള, ഓരോ ഗാലക്സികളിലും ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുള്ള ഈ മഹാപ്രപഞ്ചത്തോളം വീതിയുള്ളതാണ് അള്ളാഹുവിന്റെ സ്വർഗം. അങ്ങോട്ട് വരുന്നുണ്ടോ? അവിടെ മടുപ്പില്ല. അങ്ങോട്ട് നിങ്ങൾ വരുന്നുണ്ടോ? സൽക്രമം ചെയ്യുന്നുണ്ടോ? ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ ഇടപാടുകളും അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്യുന്നുണ്ടോ?
അള്ളാഹുവിന്റെ പ്രവാചകരായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതും വിശുദ്ധ ഖുർആനിലൂടെയും നബി തങ്ങളുടെ ജിഹ്വയിലൂടെയും അള്ളാഹു പഠിപ്പിച്ചതുമായ നന്മകൾ പിൻപറ്റുന്നവർക്കാണിത്. ദാലിക ഫദ്ലുല്ലാഹ്, ഇത് അള്ളാഹു നൽകുന്ന ഔദാര്യമാണ്. യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അത് കൊടുക്കും. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു വലിയ ഔദാര്യം ചെയ്യുന്നവനാണ്. നിങ്ങൾ ഇതിന്റെ പിന്നാലെ എന്ത് ചെയ്യരുത്, ജീവിതം നശിപ്പിച്ചു കളയല്ലിൻ. ദുനിയാവിൽ അല്ലാഹുമ്മ ജഅൽ ഖൂത ആലി മുഹമ്മദിൻ കഫാഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ, എന്റെയും എന്റെ കുടുംബത്തിന്റെയും വരുമാനം ഞങ്ങൾക്ക് ആവശ്യമുള്ളത്ര മതി, ഒരുപാട് വേണ്ട, ഞങ്ങളുടെ ആവശ്യം നടന്നു പോകാനുള്ളത് തരണമേ എന്ന് ദുആ ചെയ്യുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا. നിങ്ങളുടെ ദുആയിലേക്ക് ഉൾപ്പെടുത്തണേ എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.